ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ എന്തിനു വേണ്ടിയാണ്. പല കുട്ടികളും ലോവർ ക്ലാസ്സുകളിൽ നിന്നേ സ്കോളർഷിപ്പ് എക്സാം എഴുതാറുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് 12th സ്റ്റാൻഡേർഡ് വരെയുള്ള പല ക്ലാസ്സുകളിലും ഓരോരോ ഒളിമ്പ്യാഡുകളായിട്ടും പല ടൈപ്പ് സ്കോളർഷിപ്പ് എക്സാംസും നിങ്ങൾ കണ്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ LSS ഉണ്ട്, ദെൻ USS ഉണ്ട്, NMMS ഉണ്ട്, അല്ലേ? CBSE സ്ട്രീമിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പ്രൈവറ്റ് ഒളിമ്പ്യാഡ്സ് ഉണ്ട്, അല്ലേ? ഇതൊക്കെ എഴുതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്? ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഞാനൊരു ഫിസിക്സ് ടീച്ചറാണ്, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ഈ കുട്ടികളായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മനസ്സിലായത് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും എന്ത് ചെയ്യുന്നില്ല, ഒരു സ്കോളർഷിപ്പ് എക്സാംസും എഴുതാറില്ല. അവരവരുടെ സ്കൂൾ ബോർഡ് എക്സാം, ദെൻ ഫുൾ A+, ദെൻ 12th ഫുൾ A+, ഈ ഒരു ആംഗിളിലാണ് നമ്മുടെ കുട്ടികൾ മിക്കവാറും നമ്മുടെ എക്സാമിനേഷനെ കാണുന്നത്. അപ്പം അതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ലോവർ ക്ലാസ്സുകളിൽ നിന്നും നിങ്ങൾ സ്കോളർഷിപ്പ് എക്സാംസ് എഴുതി മുന്നോട്ട് വരുമ്പോൾ എന്തുണ്ടാവുമെന്ന് അറിയാമോ? നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആഫ്റ്റർ +2 നിങ്ങൾക്ക് ഏത് കോഴ്സിന് പോകണമെങ്കിലും, ഏത് മേഖലയിലേക്ക് പോകണമെങ്കിലും, മെഡിക്കൽ ഫീൽഡ് ആവട്ടെ, എഞ്ചിനീയറിംഗ് ഫീൽഡ് ആവട്ടെ, ഒരു കൊമേഴ്സ് മേഖലയാവട്ടെ, ഇനി അല്ല ലോ എൻട്രൻസ് റിലേറ്റഡ് ആവട്ടെ, ഏത് മേഖലയിലും നിങ്ങൾക്ക് നാഷണൽ ലെവലിൽ പെർഫോമറായി മാറണമെങ്കിൽ, ഇൻ്റർനാഷണൽ ലെവൽ പെർഫോമർ ആവണമെങ്കിൽ നിങ്ങൾ മസ്റ്റായും എന്ത് എഴുതണം? കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതണം. അപ്പോൾ ആ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഈ ലോവർ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, സ്കോളർഷിപ്പ് എക്സാം എഴുതിയിട്ട്, അത് ഉറപ്പായും നിങ്ങൾ ആ ഫിയർ ഫാക്ടർ എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കും നിങ്ങളെ. അതാണ് നമ്പർ 1. ദെൻ നമ്പർ 2, നിങ്ങൾക്കറിയാം നമ്മുടെ ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടൊന്നും നമുക്കൊരു പാഷനോ അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഡ്രീമിലേക്കോ നമ്മൾ എത്താറില്ല. അത് എത്തണമെങ്കിൽ നിങ്ങൾ ലോവർ ക്ലാസ്സുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് പരീക്ഷകൾ എഴുതുക. അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒരു പക്ഷേ നിങ്ങളെ പുതിയ മേഖലകളിലേക്ക് കൊണ്ടുപോകും. കാരണം അതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ല, അപ്ലിക്കേഷൻ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റിനെ കുറിച്ച് ചിന്തിക്കും, ആ ക്വസ്റ്റിൻ്റെ ഒറിജിനെ കുറിച്ച് ആലോചിക്കും, അതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ചിന്തിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ബിൽഡ് ആവുന്നത്. ആ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിലൂടെയാണ് നമ്മൾ എവിടെ എത്തുന്നത്? നമ്മുടെ പാഷനിലെത്തുന്നത്. ആ പാഷൻ ബിൽഡ് ചെയ്ത് അതിനെ ശരിക്കും ഫ്ലവർ ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ഇൻ്റർനാഷണൽ ലെവൽ യൂണിവേഴ്സിറ്റികൾ എത്തണമെന്ന് പറഞ്ഞത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ഒരു ഓർഡിനറി പാരലൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് കോളേജിലോ ഒരു ഫൈൻ ആർട്സ് കോളേജിലോ മാത്രം പഠിച്ചതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ഈ പാഷനെ ഒരു നാഷണൽ ലെവൽ, ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്താൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, യു സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ബൈ റൈറ്റിംഗ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻസ്. ഈ സ്കോളർഷിപ്പ് എക്സാമിനേഷൻസ് ഏതാണെന്നല്ലേ ഞാൻ ഒരുപാടെണ്ണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഒരുപാടുണ്ട്, നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പ് എക്സാംസ് ഉണ്ട്. നീറ്റ്, JEE മെയിൻസ്, JEE അഡ്വാൻസ്ഡ്, KVPY, ഒരു പക്ഷേ ഇതെല്ലാം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആണ്. അതിലേക്ക് എത്താനുള്ള എക്സാമുകളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. NMMS, NSTSE, NSCA, നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ അസ്ട്രോണമി, നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ബയോളജി, നാഷണൽ സ്റ്റാൻഡേർഡ് എക്സാമിനേഷൻ ഇൻ ഫിസിക്സ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാംസ് ആണ്. ദെൻ നിങ്ങൾക്കറിയാം, ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതി വരുമ്പോൾ നിങ്ങൾക്കറിയാം ഡിസൈൻ കോഴ്സായിട്ടുള്ള UCED, NID, ദെൻ NIFT, ഇതെല്ലാം വളരെ എളുപ്പമായി മാറും. ദെൻ ചില കുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യണം, നിങ്ങൾ NDA എക്സാം എഴുതണം. NDA എക്സാമിൽ ചോദിക്കുന്നത് മെൻ്റൽ എബിലിറ്റിയാണ്. മെൻ്റൽ എബിലിറ്റി ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ലോവർ ക്ലാസ്സുകളിലെ സ്കോളർഷിപ്പ് എക്സാമുകളിലാണ്. ദെൻ അങ്ങ് വരുമ്പോൾ ഇൻ്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്, നാഷണൽ സയൻസ് ഒളിമ്പ്യാഡ്, നാഷണൽ സൈബർ ഒളിമ്പ്യാഡ്, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങളുടെ പാഷൻ, ആ പാഷനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്കോളർഷിപ്പ് എക്സാമുകൾ നമ്മുടെ രാജ്യത്തിന് പുറത്തും നടത്തുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾ എഴുതണം. ഇത് എഴുതുന്നത് വഴി നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നെക്സ്റ്റ് ജനറേഷന് സംതിങ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന വേൾഡ് ലീഡേഴ്സായിട്ട് നിങ്ങൾക്ക് മാറണോ? യെസ്.